ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഡാസ്ലറിന്റെ വീഡിയോ ആണ്. അതായത് ഡാസ്ലറിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗിഫ്റ്റ് ഹാമ്പർ അതിലോട്ട് മെയിൽ അയക്കേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. കാരണം ഞാൻ അതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ താഴെ കമന്റ് ബോക്സിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല കേട്ടോ എനിക്ക് അങ്ങനെ മെസ്സേജ് ഒന്നും വരുന്നുള്ളത്. പക്ഷെ കുറേ പേര് മെസ്സേജ് അയച്ചു ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവണി എന്നാണ്. ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഡാസ്ലറിന് മെയിൽ അയക്കേണ്ട രീതിയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയാണ് ഡാസ്ലറിന് മെയിൽ അയക്കേണ്ടത്, ഫോർമാറ്റ് ഞാൻ അയച്ചിട്ടുള്ള ഫോർമാറ്റ് സെൻഡ് ചെയ്തിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 പേർക്ക് ഞാൻ ചോദിച്ചവർക്കൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. വോയിസ് ഇട്ടിട്ട് എങ്ങനെയാണ് അയക്കേണ്ടത്, എന്ത് പറഞ്ഞിട്ട് അയക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡൗട്ടുകളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എന്നാൽ പിന്നെ ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട് അത് കേൾക്കാൻ വേണ്ടി. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ മെയിൽ അയക്കണം, അതുപോലെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മെയിൽ അയക്കേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് റിപ്ലൈ കിട്ടുമോ എന്ന് പലർക്കും ഇപ്പോൾ സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും കുറേ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ വെച്ചിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് കൊടുത്താൽ മതി. ഇൻസ്റ്റഗ്രാം മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും രീതിക്ക് അതായത് നിങ്ങൾ ഇതിന് മുന്നേ ഡാസ്ലറിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഡാസ്ലറിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ബിഗ് ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒന്ന് അയച്ചു നോക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോണ്ടന്റ്സ് നിങ്ങൾ ചെയ്തിടാം, അവർ തരുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ്സ് ചെയ്തിടാന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു ജനറൽ ആയിട്ട് എങ്ങനെ അയക്കുക എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള മാറ്റമൊക്കെ നിങ്ങൾക്ക് വരുത്താം. നിങ്ങൾ ഏതെങ്കിലും ഡാസ്ലറിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോയിൽ ആ ഒരു മെയിലിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആ രീതിക്ക് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുത്തിട്ടുള്ള രീതിക്ക് മെസ്സേജ് അവർക്ക് മെയിൽ ചെയ്യാം. ഇനി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റഗ്രാമും രണ്ട് പ്ലാറ്റ്ഫോമിലും നിങ്ങളുണ്ട്. ഇനിയിപ്പോൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണ്, അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു രീതിക്ക് ഞാൻ അയച്ചിട്ടുള്ളതാണ്. അത് മെയിൽ അയക്കുന്നത് എങ്ങനെയാണ്, മെയിൽ അയക്കേണ്ട ഫോർമാറ്റ് എന്നൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. അതല്ല നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് അയക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ട സമയത്ത് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുമോ, ഇപ്പോഴും ഡാസ്ലർ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് എനിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് മെയിലിന് റിപ്ലൈ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോഴും അവർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഥവാ അവർ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടിയാലോ. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മെയിലിലോട്ട് അയക്കട്ടോ നിങ്ങൾ മെയിൽ. കാരണം മറ്റേ മെയിൽ അവരിപ്പോൾ ചെക്ക് ചെയ്യുന്നില്ല തോന്നുന്നുണ്ട്. ഇതാണ് പുതിയ മെയിൽ ID. അപ്പൊ ഈ ഒരു മെയിലിലോട്ടാണ് നിങ്ങൾ സെൻഡ് ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ ഈ മെയിലോട്ട് സെൻഡ് ചെയ്ത് നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക, ഒരു 1 വീക്ക് ഒക്കെ വെയിറ്റ് ചെയ്യുക. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടേണ്ടതാണ്. അപ്പൊ അവർ റിപ്ലൈ തരുന്ന സമയത്ത് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ റിപ്ലൈ അയക്കുക. അപ്പൊ അത് കുറെ പേരുടെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്, അതുപോലെ അതിൽ കുറച്ച് കാര്യങ്ങൾ ആ ഫോമിൽ തന്നെ ചില കാര്യങ്ങൾ അവർ യെസ് കൊടുത്തത് കൊണ്ട് അവർക്ക് വന്നിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ അതിലും ആ ഫോമിൽ നിങ്ങൾ ഡാസ്ലറുമായിട്ട് ഓൾറെഡി കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുക്കേണ്ട ഒരു സംഭവം അവർ നോ കൊടുത്തു. അതായത് ഹാവ് യു കൊളാബറേറ്റഡ് വിത്ത് ഡാസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ആ ഫോമിൽ. അതിന് നിങ്ങൾ നോ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഡാസ്ലറുമായിട്ട് ഇതിന് മുന്നേ കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് യെസ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, ആ വീഡിയോസിന്റെ ലിങ്ക് അവർ ചോദിക്കുന്നത്. ഡാസ്ലറുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള കോണ്ടന്റിന്റെ വീഡിയോ ലിങ്ക് ചോദിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ നിങ്ങൾ യെസ് എന്ന് കൊടുത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ യെസ് കൊടുക്കരുത്, നോ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വരില്ല. അഥവാ നിങ്ങൾ ഡാസ്ലറുമായിട്ട് മുന്നേ കൊളാബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് അതിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മെയിൽ നിങ്ങൾക്ക് റിപ്ലൈ അയക്കാനും കൂടി ഉണ്ടാവും താഴെ. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഒരു മെയിൽ വരും, നിങ്ങളുടെ ഫോമൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ സബ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു 5 to 6 or 7 to അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ തരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൻസർ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. കാരണം അവർക്ക് ഇപ്പോൾ ഒരുപാട് മെയിൽസ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ലാഗ് ഉണ്ട് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ അയ്യോ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കണ്ട, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും മെസ്സേജ് അയക്കുക, ഈ ഒരു ഫോം വന്നു കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് തിരിച്ചിട്ടുള്ള റിപ്ലൈന് അവരിത് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് സബ്മിറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതും കൊടുക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. എന്തായാലും ഒരു 7 to 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ഡാസ്ലറിന്റെ ഗിഫ്റ്റ് ഹാമ്പർ ഒക്കെ കിട്ടുമോ എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് എൻ്റെ ബയോയിൽ ഉണ്ടാവും, അതിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ബൈ.